നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ISI നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുഴൽക്കിണറുകൾ. ടീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. ബോക്സർ ഇനത്തിൽപ്പെട്ട പട്ടിയുടെ വയറ്റിൽ നിന്ന് 1/2 കിലോഗ്രാം തൂക്കം വരുന്ന റബ്ബർ ഒട്ടുപാൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്തു. കരുവാരക്കുണ്ട് കൽക്കണ്ടുള്ള ജോണിയുടെ 1.5 വയസ്സ് പ്രായമുള്ള ബോക്സർ ഇനത്തിൽപ്പെട്ട പട്ടിയാണ് റബ്ബർ പാൽ കുടിച്ച് അവശയായിരുന്നത്. കഴിഞ്ഞ 19-നാണ് പട്ടിയെ കരുവാരക്കുണ്ട് മൃഗാശുപത്രിയിൽ ചികിത്സയിൽ എത്തിച്ചത്. പരിശോധനയിൽ സംശയം തോന്നിയ ഡോക്ടർ അൻവർ അമരമ്പലം ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ ഡോക്ടർ ജിനു ജോണിന് റഫർ ചെയ്തു. സ്വകാര്യ എക്സ്റേ സെന്ററിൽ എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ ആമാശയത്തിൽ എന്തോ തടസ്സമുള്ളതായി കാണാനിടയായി. തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് 1/2 കിലോഗ്രാമോളം തൂക്കമുള്ള റബ്ബർ ഒട്ടുപാൽ കണ്ടെത്തി നീക്കം ചെയ്തത്. മൃഗാശുപത്രി വന്ന ശേഷം അവിടെ എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേയിലാണ് നമുക്ക് എന്തോ റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഫോറിൻ ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എക്സ്റേയിൽ. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ സർജറി ചെയ്തു. ഞാനും ഡോക്ടർ അൻവറും കൂടെയാണ് സർജറി ചെയ്തത്. സർജറി ചെയ്തപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അത് റബ്ബർ പാല് കട്ടിപിടിച്ച് ഒട്ടുപാലായി മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോയോളം ഉണ്ട്. അതായത് ഈ ഡോഗിൻ്റെ വലിപ്പം കേവലം 15 മുതൽ 20 കിലോ തൂക്കം മാത്രമേ ഉള്ളൂ. അതത്രയും പാല് നല്ല മധുരമാണ്. അതുകൊണ്ടാണ് ഈ ആനിമൽസൊക്കെ എല്ലാം തന്നെ പാല് കണ്ടു കഴിഞ്ഞാൽ വിട്ടുപോകില്ല. അവർ കുടിക്കും. അത് കുടിച്ചിട്ട് അത് വയറ്റിൽ ചെന്നിട്ടായിരിക്കണം അത്രയും വലുതായിട്ട് കട്ടിയായിട്ടുണ്ടാവുക. അപ്പോൾ ജനറൽ അനസ്തീഷ്യയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മയക്കിയിട്ടാണ് നമ്മൾ ആമാശയം കീറി അതിൽ നിന്ന് ഈ പുറത്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 5 ദിവസം കരുവാരക്കുണ്ട് മൃഗാശുപത്രിയിൽ ഡ്രിപ്പ് ആന്റിബയോട്ടിക് വേദന സംഹാരികൾ നൽകി. ശേഷം ബുധനാഴ്ച തുന്നൽ വെട്ടാൻ അമരമ്പലം വെറ്റിനറി ഡിസ്പെൻസറിയിൽ എത്തിച്ചു. തുന്നെടുത്ത് സാധാരണ നൽകാറുള്ള ഭക്ഷണം കൊടുക്കാമെന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്തു.